ഈ കാപ്പയെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരൺ ചന്ദ്രൻ യുവജന മോർച്ചയുടെ മലയാലപ്പുഴ, തണ്ണിത്തോട്, ചിറ്റാർ, സേതോട് അടന്ന ചിറ്റാർ മേഖലയുടെ മേഖലാ പ്രസിഡൻ്റായിരുന്നു 4 മാസം വരെ. RSSൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു. ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അവിടെ കൂടുതലും സംഘടനകളുണ്ടായിട്ടുള്ളത് CPM-ഉം DYF ആയിട്ടാണ്. അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതിൻ്റെ പേരിൽ അയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കാപ്പ സ്വാഭാവികമായി എടുക്കുന്നത് സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടാണ്. പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല കാപ്പ. ശരത്ചന്ദ്രനെ പോലീസ് കാപ്പയിൽ തന്നെ 2 ഉണ്ട്. ഒന്ന് കാപ്പ 3-ഉം കാപ്പ 15-ഉം. കാപ്പ 15 എന്ന് പറഞ്ഞാൽ IG ആണ് തീരുമാനിക്കുന്നത്, DIG ആണ് തീരുമാനിക്കുന്നത്. അതിന് ചുമത്തിക്കഴിഞ്ഞാൽ തന്നെ റിവ്യൂ കമ്മിറ്റി ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസ് വന്നതുകൊണ്ട് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ താക്കീത് ചെയ്തു. സ്വാഭാവികമായി കാപ്പയിൽ പെടുന്ന ആളുകളെ 15-ലാണെങ്കിൽ പോലീസ് അവരെ ഒന്നിൽ ജില്ലയിൽ നിന്ന് 6 മാസത്തേക്ക് ജില്ലയിൽ നിന്ന് മാറി നിൽക്കാൻ പറയും. വീണ്ടും കേസിൽ പ്രതിയായാൽ കാപ്പ 3 എടുത്തിട്ട് കളക്ടറാണ് ജയിലിലടയ്ക്കൂ, അല്ലെങ്കിൽ വീണ്ടും 1 വർഷത്തേക്ക് അല്ലെങ്കിൽ നാട് കടത്തുകയും ചെയ്യും. ഇത്തരം ഒരു കേസിലൊന്നും അദ്ദേഹം പ്രതിയായിട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, പോലീസ് പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഇനിയും കേസിൽ പ്രതിയാവരുത്, അതാണ് കേസിൽ പ്രതിയായിരിക്കണേ. അതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കോടതിയുടെ ജാമ്യത്തിൻ്റെ കണ്ടീഷനാണ് നിങ്ങൾ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണം. അത് DOയുടെ പ്രവർത്തകർക്കുണ്ട്. കാരണം സ്വാഭാവികമായി അദ്ദേഹം RSSലും യുവമോർച്ചയിലും നിന്നപ്പോൾ അദ്ദേഹം പരിശുദ്ധനായിരുന്നു. കാരണം RSSൽ നിന്നപ്പോഴാണ്, RSSന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായത്. ശബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ്. ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ്. ശരത് മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 63ഓളം വരെ ചെറുപ്പക്കാർ, അവർക്ക് മനസ്സിലായി അവരെ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല. കാപ്പയെന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ മാത്രം ഉള്ളതാണ്. 6 മാസമാകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു. അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല. അതിൽ 6 മാസത്തേക്ക് പോലീസ് തീരുമാനിക്കും, അതല്ലെങ്കിൽ കളക്ടർ തീരുമാനിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് കഴിയുമ്പോൾ ആ കേസില്ല. ഒരു നനനടപ്പെന്ന് പറയും. എന്നുവെച്ചാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പോലീസാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ശരത് ചന്ദ്രനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന മോർച്ചയുടെ ഒരു ഏരിയയിൽ 4 പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കേസിൽ പ്രതിയായിട്ടുണ്ട്. അതൊന്നും ആ പ്രസ്ഥാനത്തിന് വേണ്ടി, ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഇത്രയാളെ ശരത് മാറുമ്പം വേറെ ബാക്കിയുള്ളൊരു വരത്തില്ലല്ലോ. അന്നേരം അവരെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിൽ നിന്ന് അതിൽ നിന്ന് മോചനമായി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ്. ശരൺചന്ദ്രൻ RSSലും അതുപോലെ തന്നെ യുവമോർച്ചയിലും നിന്നപ്പോൾ നിങ്ങൾ
ഇത്തരം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത്. അത് സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ DIG റിപ്പോർട്ടിനകത്ത് ഈ ഇഡ്ഡലി എന്ന് വിളിക്കുന്ന ഇന്ന ആളുടെ മകൻ സനംചന്ദ്രൻ നിങ്ങൾ അറിയപ്പെടുന്ന റൗഡിയാണ്, നിങ്ങളെ ഈ സാമൂഹ്യ വിരുദ്ധ തടയൽ നിയമം കാപ്പ പ്രകാരം നിങ്ങളെ ചുമത്തിയിട്ടുള്ള നിങ്ങൾ ഈ ഇന്ന അധികാര പരിധിക്ക് വിട്ടു പോകരുത്, അയാളെ സഞ്ചാരപഥം നിയന്ത്രിച്ചിട്ടുണ്ട്. ഏപ്രിൽ 16-ാം തീയതി അയാൾ കാപ്പ ലംഘിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി കോടതിയിലെ ഗേറ്റിലെത്തിയപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോയി ഹൈക്കോടതി ജാമ്യം കിട്ടി അദ്ദേഹം ഇപ്പം ഈ കഴിഞ്ഞ ജൂൺ 21 പുറത്തിറങ്ങിയത്. അപ്പോൾ ആ കാപ്പ വിദൂരമായ ഒരു കാപ്പയാണ് പറഞ്ഞില്ല. കാപ്പയ്ക്ക് എപ്പോഴും അതിനൊരു പീരീഡുണ്ട്, അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയെന്ന് പറയത്തില്ല. മനസ്സിലായോ? അല്ല, കാപ്പ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണ. കാപ്പ ഒന്ന് ചുമത്തിയാൽ അതിന് 6 മാസം, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ കളക്ടർ തീരുമാനിച്ചാൽ 1 വർഷം ഒരു പീരീഡുണ്ട്. അല്ല, ജീവിതകാലം മുഴുവൻ കാപ്പയായിട്ട് ഒരാളും മുദ്ര കുത്തപ്പെടുകയല്ല. അത് RSSന് വേണ്ടിയാണ്, RSSന് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്. ക്രിമിനലല്ല, ക്രിമിനലാണെന്ന് അയാളൊരു പ്രസ്ഥാനത്തിൻ്റെ ഏരിയ പ്രസിഡൻ്റായിരുന്നു. ആ കേസ് എല്ലാവരുടെയും പേരിലുണ്ടല്ലോ. എല്ലാവരുടെയും പേര് കേസുണ്ടാവും. അത് പറയട്ടെ, അതെല്ലാം രാഷ്ട്രീയപ്രേരിതമായ കേസുകളാണ്. പൊളിറ്റിക്കൽ കേസ് അല്ല, ഒരു കേസുമില്ല. ഇപ്പോൾ അവസാനമായി ഉണ്ടായെന്താ, അതും DFI-യുമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. പാർട്ടിക്കാരല്ലല്ലോ, പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് പാർട്ടി നിൽക്കും. പ്രതികളൊന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. നിങ്ങൾ പ്രതികളെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ലല്ലോ, അത് കോടതിയാണ്. മാധ്യമങ്ങൾ തീരുമാനിക്കുന്നവരെല്ലാം പ്രതികളാവത്തില്ല. പോലീസ് കേസെടുക്കുന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയല്ലല്ലോ. ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല. അതാദ്യം നിങ്ങൾ ബോധ്യമാവണം. അയാളെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട്. അത് RSSൻ്റെ രാഷ്ട്രീയമാണ്. ആ RSSൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അയാൾ അതിൽ പ്രതിയായിട്ടുള്ളത്. അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിലൊരു വാർത്തയുമില്ല. അയാൾ പരിശുദ്ധനാണ്. ഇപ്പോഴോ അയാളത് വിട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ക്രിമിനലായി മാറുന്നു. അവരതിൽ ഒരാൾ ഞാനിതുവരെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അത് നിർത്തിയാലും പിന്നെ അയാൾ പിന്നെ കുഴപ്പക്കാരനാണോ? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. ഇല്ല, കാപ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് പോലീസ് അവരെ പിന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയെന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. അത് പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരിക്കലും എടുക്കാനും പാടില്ല. പറയട്ടെ, അത് പോലീസ് എടുക്കുന്ന ഒരു സമീപനം മാത്രമേ ഉള്ളൂ. അത് അയാളൊരു സംഘടനയുടെ ഏരിയ പ്രസിഡന്റാണ്. അയാളെങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാവുന്നത്? സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെ എങ്ങനെ ഏരിയ പ്രസിഡന്റ് ആക്കുന്നത്? പോലീസ് അങ്ങനെയൊന്നുമില്ല. അയാൾ കാപ്പ ചുമത്തി അയാൾ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുമോ? 15-ലായാലും അയാൾ ജില്ല വിട്ടു പോകേണ്ടി വരും. ആര് പറഞ്ഞു? അതിൽ ജില്ല വിട്ടും തീരുമാനിക്കും. അത് പറയട്ടെ, ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസുകളിൽ നിന്ന് ഇവർ മുക്തമാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അയാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അയാളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കേസുകളാണ്. അത് രാത്രി 12 മണിക്ക് വാർത്ത കൊടുത്തിട്ട് ഞാനാദ്യം 10:30 കിടന്നുറങ്ങും. രാത്രിയിൽ നിങ്ങളിങ്ങനെ വാർത്ത കൊടുക്കുന്നതല്ലേ പറയണമായിരുന്നു. ഞാനങ്ങനെ അറിയുന്നത് നിങ്ങൾ രാത്രി 12 മണിക്ക് വാർത്ത കൊടുത്തിട്ട് പറയുക, രാത്രി 12 മണിക്ക് വാർത്ത കൊടുത്തിട്ട് പറയുകയാണ് അത് പ്രതികരിച്ചില്ല എന്ന് പറയുകയാണ്. ഇന്ന് ദേശാഭിമാനിയിൽ MV ഗോവിന്ദൻ്റെതായിട്ടുള്ളൊരു പ്രസ്താവനയായിട്ട് വന്നു, ക്രിമിനലുകളെ നിയന്ത്രിക്കും പാർട്ടി. ക്രിമിനൽ പറയട്ടെ, അത് ക്രിമിനൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഫലമായി ഉണ്ടാകുന്ന കേസിനെ അല്ല പറയുന്നത്. ഇത് അയാൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഏരിയയിലെ നേതാവായിരുന്നു.
ആ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അയാൾ അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ക്രിമിനൽ ആണെങ്കിൽ അയാൾ എങ്ങനെ ഒരു ഏരിയ പ്രസിഡന്റ് ആക്കുന്നത്? അല്ല സഖാ, ഇഡ്ഡലി നമ്മുടെ പാർട്ടി വന്നെന്ന് ആൾക്കാർ പറയുന്നു. നമുക്ക് രാവിലെ കഴിക്കാറേ ഉള്ളൂ. മറ്റൊന്നും തിരുവല്ലയിൽ ഒരു പീഡനക്കേസ് പ്രതിയായ CC സജിമോൻ ഒന്നല്ല തിരിച്ചെടുത്ത് വീണ്ടും അടുത്ത കേസ് പ്രതിയായ ആളെ വീണ്ടും തിരിച്ചെടുത്ത് പറയട്ടെ, വിവാദം എന്നൊക്കെ പറയുന്നത് നിങ്ങളുണ്ടാക്കുന്നതാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പിന്നെ 2017 നടപടിയെടുത്തു. കാരണം ആ 4 വർഷക്കാലം ഇപ്പോൾ അയാളെ പിന്നെ കണ്ണൂർ കമ്മീഷനാണ് അദ്ദേഹത്തെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ പാർട്ടി കൊണ്ടിട്ടുന്നത് ശരിയാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാതെ എത്ര പേര് മാധ്യമപ്രവർത്തകരുണ്ട്? അങ്ങനെ എത്ര ഉണ്ട്? ഞാൻ കോഴിക്കോട്ടെ ആരുടെ പേരിൽ പോക്സോ കേസിൽ പ്രതിയല്ലേ? പേര് പറഞ്ഞ് ഞാൻ അവരെ ആക്ഷേപിക്കണം? പോക്സോ കേസിൽ പ്രതിയായവർ മാധ്യമപ്രവർത്തകരില്ലേ കോഴിക്കോട്? മാധ്യമപ്രവർത്തകർ അത് ഏതിലാ? കൊച്ചു കുട്ടികളെ പീഡിപ്പിച്ച കേസിലെ അതെന്താ നിങ്ങൾ പറഞ്ഞില്ലല്ലോ? ശരി.